നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാനിടയുള്ള വിഷുഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് തിരുവോണം നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ വിഷുഫലം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ശനി മീനത്തിലും വ്യാഴം ഇടവത്തിലും നിൽക്കെ കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി പുലർച്ചെ 3:21 ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമ തിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയമാണ് മേടവിഷു സംക്രമം നടന്നത്. അപ്പോൾ ആ സമയത്തുള്ള തിഥീകരണം, നിത്യയോഗം എന്നിവയെ ആസ്പദമാക്കിയാണ് വിഷുഫലം പ്രധാനമായിട്ടും ഗണിക്കുന്നത്. ആ സമയത്തുള്ള സംക്രമ നക്ഷത്രമാണ് വിഷുഫലം പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങനെ നോക്കാം. ഈ സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ആദിഷഡ്കം, മധ്യഷഡ്കം, അന്ത്യഷഡ്കം, ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം ഇങ്ങനെ 6 കാറ്റഗറിയായിട്ട് 6 വിഭാഗമായിട്ട് നക്ഷത്രങ്ങളെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ തിരുവോണം ആദിഷഡ്കം എന്ന വിഭാഗം നക്ഷത്രങ്ങളിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഷഡ്കം എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവർക്ക് വിഷുഫലം ഗുണകരമായതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രക്കാർക്ക് നക്ഷത്രപ്രകാരമുള്ള വിഷുഫലം നല്ലതാണ്. അവർക്ക് തൊഴിൽ നേട്ടങ്ങളും കരിയറിലെ ഉന്നതിയും പ്രൊമോഷനുമൊക്കെ കിട്ടും. അതുപോലെ തന്നെ ശമ്പള വർധനവുണ്ടാകാം. വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. സന്താന യോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്രകളിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകാം. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും അനുകൂല ഫലങ്ങൾ സിദ്ധിക്കുന്ന കാലമാണ്. പിന്നെ സമയോചിതമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു കഴിവ് ഉണ്ടാകും. നമ്മൾ നിൽക്കുന്ന സാഹചര്യവും ഒക്കെ പരിഗണിച്ച് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കഴിവ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. തൊഴിൽ രംഗത്ത് വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കും. മേലധികാരിയുടെ അനുകൂലമായ നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജോലിയിൽ പ്രൊമോഷനോ ഇൻക്രിമെൻറ്റോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. ലാഭകരമായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റുകളോ അതുപോലെ പണം നിക്ഷേപിച്ചിട്ട് അത് നല്ല റിട്ടേൺ കിട്ടുകയോ അല്ലെങ്കിൽ കൃഷിയിലേർപ്പെട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടുകയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ ജോലിയോടൊപ്പം തന്നെ മറ്റൊരു സൈഡ് ബിസിനസ് ചെയ്തുകൊണ്ടോ ഒക്കെ കൂടുതൽ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗ്രൂപ്പിനെ നയിക്കേണ്ട കാര്യങ്ങളിൽ ഏകോപനം വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ള കഴിവും ഉണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർക്കും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകർക്കൊക്കെ നേതൃപദവിയിലേക്കുള്ള ഉയർച്ച ഉണ്ടാകും. വിദേശത്ത് കഴിയുന്നവർക്ക് അവിടെ ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ജന്മനാട്ടിലേക്ക് വന്ന് നല്ലൊരു ബിസിനസ്സോ ഒരു ജോലിയോ ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും. കുടുംബാംഗങ്ങളുമായിട്ട് വളരെ രമ്യതയിലും സന്തോഷമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയും. പല പ്രവൃത്തികളും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ ചെയ്ത് അഭിനന്ദനം നേടുന്നതാണ്. ഭൂമി, സ്വർണം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് നല്ല ആദായം ലഭിക്കും. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ചികിത്സയൊക്കെ ഫലിക്കും. വീട്ടിൽ പൊതുവെ സമാധാനവും സന്തോഷകരവുമായ അന്തരീക്ഷം പുലർത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥിതി കൊണ്ടുള്ള ഫലം കൂടെ നോക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ മനസ്സിന് സന്തോഷവും ഉണ്ടാകും. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഗ്രഹസ്ഥിതി കൊണ്ടും കാണുന്നത്. പക്ഷേ ചെലവ് അധികരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. ഭാഗ്യപരീക്ഷണങ്ങൾ പലപ്പോഴും ഗുണകരമാകണമെന്നില്ല. നിക്ഷേപമാണ് നേരത്തെ പറഞ്ഞത്. ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ബുദ്ധിപൂർവമായ നിക്ഷേപങ്ങൾ നല്ല റിട്ടേൺ നൽകുന്നതാണ്. എന്നാൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ ആ ഗുണം കിട്ടണമെന്ന് ഇല്ല. ബിസിനസ്സിൽ മികവ് പുലർത്താൻ സാധിക്കും. സാമ്പത്തികമായിട്ട് ചെറിയ വിഷമതകളൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. മേലധികാരികളിൽ നിന്നും തൊഴിലുടമകളിൽ നിന്നും മറ്റ് സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരിൽ നിന്നൊക്കെ അനുകൂലമായ കാര്യങ്ങൾ സിദ്ധിക്കും. അനുകൂലമായ നടപടികൾ അല്ലെങ്കിൽ നമുക്ക് സഹായകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. യാത്രകൾ വേണ്ടിവരും. പല യാത്രകളും ഗുണകരമായിട്ട് മുന്നോട്ട് പോകും. ആരോഗ്യപരമായ ചെറിയ വിഷമതകൾ അനുഭവപ്പെട്ടേക്കാം. സന്താന യോഗമുണ്ട് ഗ്രഹനില കൊണ്ട്, ഗ്രഹസ്ഥിതി കൊണ്ട്. വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ നിലവിലുള്ളത് മാറ്റി വാങ്ങാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്.
പഴയ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഭൂമി വിൽപ്പന സാധിക്കും. വളരെ കാലമായിട്ട് ശ്രമിക്കാതിരുന്നത് വിഷുഫലം കൊണ്ട് സാധിക്കും. ഏജൻസി, കമ്മീഷൻ വ്യവസ്ഥയിലുള്ള വ്യാപാരം തുടങ്ങിയവയിൽ നിന്ന് ലാഭം ഉണ്ടാവും. ഉത്തമമായ ബന്ധങ്ങൾ, സുഹൃത്ബന്ധമാണെങ്കിലും വിവാഹബന്ധമാണെങ്കിലും കിട്ടാൻ യോഗമുള്ള കാലമാണ് ഗ്രഹസ്ഥിതി കൊണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നക്ഷത്ര പ്രത്യേകത കൊണ്ടും ഗ്രഹസ്ഥിതി കൊണ്ടുമുള്ള വിഷുഫലം. ഇനി വിഷുഫലത്തിൻ്റെ ഘടകങ്ങളാണ് ഈ ആയം, വ്യയം, കന്തായം എന്നുള്ള കാര്യങ്ങൾ. ആയം എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് എത്തുന്ന ധനത്തിൻ്റെ വരവ്. വ്യയം എന്ന് പറഞ്ഞാൽ ചെലവ്. കന്തായം എന്ന് പറഞ്ഞാൽ വർഷത്തെ 3 തിരിച്ച് 3 ഖണ്ഡങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ. അതും വിഷുഫലത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതുകൂടെ നോക്കാം. അപ്പം തിരുവോണ നക്ഷത്രം മകരക്കൂറിലാണല്ലോ വരുന്നത്. മകരക്കൂറിൻ്റെ ആയം 8ഉം വ്യയം 14ഉമാണ്. അപ്പം വരവ് കുറഞ്ഞും ചെലവ് കൂടിയുമാണ് ഇരിക്കുന്നത്. അപ്രതീക്ഷിതമായ ചിലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത രീതിയിൽ ഉള്ള ഘട്ടങ്ങളിൽ ചിലവ് ഉണ്ടാകാം. ഇനി തിരുവോണ നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം എന്ന് പറയുന്നത് 4, 2, 1 എന്നിങ്ങനെയാണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് തൃപ്തിക്കുറവ് നൽകുന്ന ചില ജീവിതാനുഭവങ്ങളും ധനലാഭം കുറവായിട്ടും അല്ലെങ്കിൽ ശരാശരിയായിട്ടും ആയിരിക്കും അനുഭവപ്പെടുന്നത്. ചിങ്ങം മുതലുള്ള 4 മാസം പല വിധത്തിലുള്ള അലച്ചിലുകൾ ഉണ്ടാകുന്ന കാലമാണ്. ചെറിയ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകും. ധനം ശരാശരി ആയിരിക്കും. മനസ്സിന് കുറച്ച് സന്തോഷങ്ങളുള്ള കാര്യങ്ങളും ആ സമയത്ത് കിട്ടും. ധനു മുതൽ 4 മാസം ശരാശരി ധനവും മനസ്സിന് തൃപ്തിയും സാമാന്യം സുഖാനുഭവങ്ങളും ഫലമാകുന്നു. ചിങ്ങം മുതലുള്ള 4 മാസം കന്തായ ഫലം കൊണ്ട് ഗുണകരമാണ്. ഇനി തിരുവോണ നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ നോക്കുമ്പോൾ വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് പാൽപ്പായസവും തുളസിമാലയും സമർപ്പിക്കുന്നത് നല്ലതാണ്. ഇനി വഴിപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. പിന്നെ രാഹുർദശയോ ശനിദശയോ കേതുർദശയോ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ടതാണ്. വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ നല്ലതാണ്. വ്രതമനുഷ്ഠിക്കാനുള്ള ആരോഗ്യമില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ സാത്വികമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മാംസവും മത്സ്യമൊന്നും കഴിക്കാതെ മറ്റ് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിച്ച് മുന്നോട്ട് പോകും. ആഴ്ച ഒരു ദിവസമല്ലേ ഉള്ളൂ, അത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അന്നേരത്തേക്കും ഈ ദോഷകരമായ ദശാകാലങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ശിവക്ഷേത്ര ദർശനത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ വലിയ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും. അഥവാ രോഗങ്ങൾ വന്ന് പെട്ടുകഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. ശിവൻ്റെ അഷ്ടോത്തര നാമം ജപിക്കുന്നതും നല്ലതാണ്. ശനി സംബന്ധമായ ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടി, ശനി സംബന്ധമായ ദോഷങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 3-ൽ നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ ഗുണഫലങ്ങൾ കിട്ടുന്ന കാലമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ശനിയുടെ ഗുണം നമ്മളിലേക്ക് എത്താനും ദോഷകരമായ കാര്യങ്ങൾ ഒഴിഞ്ഞു പോകാനും വേണ്ടിയിട്ട് ശാസ്താവിന് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ കുടുംബദേവതയ്ക്ക് കൃത്യമായിട്ട് ഒരു വഴിപാട് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ പോയി ദർശനം നടത്തിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം. കുടുംബദേവത പ്രസാദിച്ചാൽ മാത്രമേ മറ്റ് ദേവതകളുടെ പ്രസാദം അല്ലെങ്കിൽ അനുഗ്രഹം നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ചെയ്യേണ്ടതാണ്. കുടുംബദേവതയെ വീട്ടിലുള്ള കാരണവന്മാരോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ ഗ്രഹനിലയൊന്ന് പരിശോധിപ്പിച്ചാൽ നമുക്ക് നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ അതറിയാനും സാധിക്കും. അപ്പോൾ ആ കുടുംബദേവതയ്ക്കുള്ള വഴിപാട് കൂടെ ചെയ്താൽ തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ ഗുണഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. വളരെ ചെറിയ ദോഷഫലങ്ങൾ മാത്രമേ അവർക്ക് അനുഭവപ്പെടാൻ ഇടയുള്ളൂ. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.